ഒരു കട സാംസ്കൃതിക് വന്നപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള മൂരിക്കുന്നേൽ ജോസഫ് ചേട്ടായിരുന്നു അല്ലേ? ജോസഫ് ചേട്ടായിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഉഴൂരായിരുന്നു നിങ്ങൾ ഫാമിൽ. ഞങ്ങൾ ഉഴവൂരായിരുന്നു. ഉഴവൂർ കോളേജിൻ്റെ അടുത്ത് പുത്തുങ്കക്കവലയിൽ. അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ സ്ഥലമൊക്കെ വിറ്റേച്ച് മലബാറിന് പോയി. നിങ്ങളുടെ ആരും ഉഴൂരുണ്ട്? ഇപ്പോൾ ഉഴവൂരുണ്ട്. പിന്നെ MC മാത്ത് 10 പറയൊക്കെ പരിചയമായ ഒക്കെ ഞങ്ങളുടെ അപ്പാപ്പനാണ്. ബാക്കി മുട്ട അവിടെ നമ്മുടെ പേരപ്പനൊക്കെ അവിടുന്ന് വിറ്റേച്ച് മുട്ടത്തിലേക്ക് പോയി. ബാക്കി ബന്ധുക്കളൊക്കെ ഉഴവൂർ ഭാഗം ചേർപ്പങ്കൽ ആ ഭാഗത്തൊക്കെ ഉണ്ട്. പുളിത്തൊട്ടിക്കാരുമായിട്ട് ബന്ധമുണ്ടോ? പുളിന്തൊട്ടിക്കാരായിട്ട് ബന്ധമില്ല. ഞങ്ങൾ ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങളുടെ അടുത്താണ് ഉഴവൂർ. പിന്നെ മലബാർ രാജപുരം ചുള്ളിക്കര എന്ന് പറഞ്ഞ ഇടവക, ചുള്ളിക്കര ഇടവകയാണ്. ചേച്ചിയുടെ വീടും ചുള്ളിക്കരയാണ്. ചുള്ളിക്കര കുറ്റിക്കാട്ട്. പിള്ളേരൊക്കെ നിങ്ങൾ വന്നിട്ട് ഒത്തിരി വർഷമായോ? 13 വർഷമായി. മക്കള് ഒരു മോനും ഒരു മോളുമാണ്. മോള് ഇവിടെ സെൻറ്റ് ജോസഫിൽ നേഴ്സാണ്. മോന് ഇവിടെ ന്യൂസിറ്റി ജോലി ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ. ഇപ്പോൾ ഞങ്ങൾ ന്യൂസിറ്റിയിലൊരു വീടൊക്കെ എടുത്തിട്ടുണ്ട് മോനെ. കഴിഞ്ഞ മാസമായിരുന്നു പ്രവാസത്തോലി. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പം വൈറ്റ് പ്ലെയിൻസിലാണ് ഇപ്പം നിലവിൽ താമസം. ഡിസംബർ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസിറ്റിയിലേക്ക് മാറും. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ്റെ വീഡിയോ എടുത്തത് ന്യൂയോർക്ക്. അത് എല്ലായിടത്തും ആയേ. ഇപ്പം ചേട്ടൻ്റെ ഒരു ആരാധന കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ലൈക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം ചേച്ചിയും കണ്ടേ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുമിച്ച് കല നിങ്ങളിപ്പോൾ സാംസ്കൃതിക ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ റോക്കലാൻഡിലേക്ക് മാറിയോ? റോക്കലാൻഡിലേക്ക് മാറുക. ഓക്കെ. പിന്നെ അടുത്ത് തന്നെ കാര്യം ചോദിക്കാൻ നല്ല ഉഴൂരുമായിട്ട് കണക്ഷൻ അങ്ങനെയുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ എത്രയുണ്ട്? എനിക്ക് ചേട്ടന്മാർ 5 പേരായിരുന്നു. 3 പേര് മരിച്ചു. ഇപ്പോൾ ഒരാളുള്ളൂ. ഒരാൾ കാഞ്ഞങ്ങാടാണ്. പുള്ളി നേവിയിലായിരുന്നു. സ്റ്റീഫൻ എന്ന പേര്. പുള്ളി ഇപ്പോൾ അവിടെ ക്രഷറും പരിപാടിയൊക്കെ എടുത്ത് കാഞ്ഞങ്ങാട് മംഗലാപുരത്ത് ക്രഷറും പരിപാടിയൊക്കെ നടത്തും. അതെ ഗ്രാനായ ഗ്രൂപ്പിലൊക്കെയുള്ള സ്റ്റീഫൻ മൂരിക്കുന്നൽ. ഗ്രാനായ സ്ട്രോങ് ആണ് പുള്ളി. അതെ ജോസഫ് മൂരിക്കുന്നൽ. പിന്നെ ഉഴൂരുള്ള മൂരിക്കുന്നൽ ആക്ച്വലി ഞങ്ങൾ ശരിക്കും ഉഴവൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറക്കൽ ഫാമിലിയാണ്. എൻ്റെ വല്യപ്പനായിട്ട് മൂരിക്കുന്നൽ പറമ്പിലേക്ക് മാറി താമസിച്ചുകൊണ്ടാണ് മൂരിക്കുന്നൽ ഞങ്ങൾക്ക് വീട്ടുപേര് വരാൻ കാരണം. അപ്പം ശരിക്കും ആക്ച്വലി ഞങ്ങൾ തറവാട് അറക്കലാണ്. ഇപ്പം MC മാത്ത് മരിച്ചുപോയ MC മാത്ത് 10 പറയൊക്കെ പ്രൊഫസർ എൻ്റെ അപ്പാപ്പനാണ്. പുള്ളി എൻ്റെ വല്യപ്പൻ്റെ അനിയൻ്റെ മകനാണ്. 10 പറയ്ക്കാണ് ഞങ്ങൾ സ്ഥലമൊക്കെ കൊടുത്തേച്ച് പോയത്. ഇപ്പോൾ മധുപ്പാൻ്റെ വീടിരിക്കുന്നത് ഞങ്ങളുടെ പറമ്പിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത പറമ്പിലാണ് ഇപ്പം നിലവിലുള്ള വീടിരിക്കുന്നത് ഉഴവൂർ. വളരെ സന്തോഷം. ഞങ്ങളിപ്പോൾ 3-4 ഗ്രൂപ്പുണ്ട്. ഗ്ലോബോള്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അതുപോലെ വാട്സപ്പ്, ഇതൊക്കെ വരും കേട്ടോ. കാരണം ഇതൊക്കെ ന്യൂയോർക്കിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു കേട്ടോ. വളരെ അജോ ചെയ്യുന്ന സേവനം നമുക്കൊക്കെ വളരെ ഉപകാരമാണ്. അതുകൊണ്ട് ഉഴവൂരുകാരെയൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ കാണാനും ഒക്കെ വളരെ സന്തോഷമുണ്ട്. ഞാനെപ്പോഴും കാണുമ്പോൾ നോക്കും, ലൈക്കൊക്കെ ചെയ്യും. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഉഴവൂരുകാർ നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അജോ ചെയ്യുന്ന സേവനം കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു ഉപകാരമാണ്. ഇതിനു വേണ്ടി സമയം ചിലവാക്കാറില്ല. കാരണം ഇതിപ്പോൾ കടയിൽ വന്ന് ചേട്ടനെ കണ്ടു. നമ്മൾ വർത്താനം പറയുന്നത് ചുമ്മാ നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ചിലർക്ക് സന്തോഷം കിട്ടുമ്പോൾ നല്ല കാര്യം. ഇന്ന് എനിക്ക് ജോലിയില്ല. അപ്പം ഞങ്ങൾ പർച്ചേസിംഗ് ഇറങ്ങി. അപ്പോൾ ബൈ ചാൻസ് പെട്ടെന്ന് കിട്ടതാണ്. താങ്ക്സ് വെരി മച്ച്. താങ്ക് യു ചേട്ടാ.